സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ പ്രത്യേക ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പ്രത്യേക ഘടകമാണ് ഫേഷ്യൽ എന്ന് പറയുന്നത്. ഫേഷ്യൽ തന്നെ പലതരത്തിലുള്ള ഫേഷ്യലുകളുണ്ട്. നമുക്ക് പല പാർലറിൽ ചെല്ലുമ്പോഴത്തേക്കും പല ഫേഷ്യലുകൾ അവർ ചെയ്യാറുണ്ട് നമ്മളോട്. എന്നാൽ ഫേഷ്യൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഏജിനനുസരിച്ച്, നമ്മുടെ സ്കിന്നിനനുസരിച്ച് നമുക്ക് ഏതാണ് നമ്മുടെ സ്കിന്നിന് സൂട്ടാകുന്നതെന്ന് ബ്യൂട്ടീഷ്യനുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഫേഷ്യലുകൾ ചെയ്യാവുള്ളൂ. കോമണായിട്ട് ചിലർ ചെന്നിട്ട് റെഗുലറായിട്ടൊക്കെ ഒരേ ഫേഷ്യൽ തന്നെ ചെയ്യാറുണ്ട്. അതിനേക്കാൾ നല്ലത് നിങ്ങളുടെ സ്കിന്നിന് നിങ്ങൾക്ക് ഏതാണ് യോജിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം, പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യാം. ഞാനിവിടെ ഒരു ആൻറ്റി ഏജിങ് ഫേഷ്യലിനെ കുറിച്ച് പറയാം. ആൻറ്റി ഏജിങ് ഫേഷ്യൽ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഒരു 30 ഏജിന് ശേഷം നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നൊരു ഫേഷ്യലുകളാണ്. ഈ ഫേഷ്യലുകൾ തന്നെയാണെങ്കിലും നമ്മൾ ഏജ് നോക്കി വേണം വളരെ ഇതായിട്ട് ഫേഷ്യൽ ചെയ്യാനായിട്ട്. അതായത് 30, 40, 50 എന്നുള്ള ഏജ് നോക്കി ചെയ്യുമ്പോഴത്തേക്ക് അതനുസരിച്ചുള്ള മാസ്കുകൾ നമുക്കറിയാമല്ലോ. 20 ഏജിന് ശേഷം 30, 35 ഒക്കെ ആകുമ്പോഴത്തേക്കിനാണ് നമുക്ക് സ്കിന്നിന് ചില വ്യത്യാസങ്ങൾ വരുന്ന സമയങ്ങൾ. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ആൻറ്റി ഏജിങ് ഫേഷ്യലുകൾ ചെയ്യുമ്പോൾ മാത്രമാണ്. ആ ആൻറ്റി ഏജിങ് ഫേഷ്യൽ ഒന്നാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് ആദ്യമേ നമ്മൾ അതിൻ്റെ ക്ലെൻസും സ്ക്രബുമാണ്. ക്ലെൻസ് തന്നെയല്ല ഇവിടെ കൊടുക്കുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ ക്ലെൻസും സ്ക്രബും കൂടെ ഒന്നിച്ച് ചെയ്ത് കാണിക്കുക. ഡാർക്ക് സർഫേസ് ഒക്കെ മാറാനായിട്ട് ഒത്തിരി നല്ലതാണ് ഈ ആൻറ്റി ഏജിങ് ഫേഷ്യൽ. അത് ക്ലെൻസ് സ്ക്രബും കൊടുക്കുമ്പോഴത്തേക്കും നമ്മളൊരു കുറഞ്ഞതൊരു 10 മിനിറ്റ് എങ്കിലും ക്ലെൻസ് സ്ക്രബും സ്കിന്നിന് കൊടുക്കണം. അത് ഒത്തിരി ഡ്രൈ ആയിട്ട് കൊടുക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത് സ്ക്രബ് തന്നെ കൊടുക്കുമ്പോഴത്തേക്കിന് എപ്പോഴും ഒരു ഡ്രൈനെസ് ഉണ്ടാകുന്നു. ക്ലെൻസോട് മിക്സ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ ആ ഡ്രൈ ആകുന്നില്ല സ്കിന്ന്. നമുക്ക് സിമ്പിളായിട്ട് ഇതിങ്ങനെ കൈ ഓടിയൊക്കെ പൊയ്ക്കോളും നമുക്ക് ക്ലെൻസ് ചെയ്യുമ്പോഴത്തേക്കിനും. ബ്ലാക്ക് ഹെഡ്സ് ഉള്ളത് നമുക്ക് പോകും, ഫേസ് ക്ലീൻ ആകുകയും ചെയ്യും. ഒരുപാട് ഡ്രൈ ആയിട്ടൊരു മസാജ് അതിന് കൊടുക്കേണ്ട ആവശ്യവുമില്ല. അതിനുശേഷം അത് ക്ലീൻ ചെയ്യുക.